നിങ്ങളൊരു പക്ഷേ ഒരു എഞ്ചിനീയർ ആയിരിക്കാം, ഒരു സയന്റിസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഓഫീസർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം, ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്നവരായിരിക്കാം, വീട്ടിൽ കുടുംബം നോക്കി കഴിയുന്നവരായിരിക്കാം. പക്ഷേ നിങ്ങൾ എവിടെയാണെങ്കിലും കർത്താവ് പറയുന്നു, നീ എൻ്റെ പുരോഹിതനാണ്. My precious friend, August 15th, the Independence Day of our beloved land, we're going to pray as a family for you to receive miracles. This is going to come to you in English and Hindi, 11 o'clock in the morning. Join the lakhs of people as the Dinakarans pray for you on the Jesus Calls YouTube channel. എനിക്ക് പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങളെ അവിടുത്തെ പുരോഹിതന്മാരായിരിക്കാൻ വിളിച്ചിരിക്കുന്നു. അവിടുന്ന് നിങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുന്നു. പുറപ്പാട് 19:6 വേദപുസ്തകം പറയുന്നു, നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവും ആയിരിക്കും എന്ന് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ട വാക്കുകൾ ഇതാകുന്നു. അതേ പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുന്നു, ഇസ്രായേൽ ജനത്തെയും ഇസ്രായേൽ രാജ്യത്തെയും നോക്കി അവിടുന്ന് പറയുന്നു, നിങ്ങളെല്ലാവരും എനിക്ക് പുരോഹിതന്മാരാണ്, വിശുദ്ധ പുരോഹിതന്മാർ. എനിക്ക് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരും കർത്താവിൻ്റെ പുരോഹിതന്മാരാണ്. നിങ്ങളും കർത്താവിൻ്റെ പുരോഹിതനാണ്. അതുകൊണ്ട് ധൈര്യമായി കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ എഴുന്നേൽക്കുക. നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിട്ടാണ് കർത്താവ് ഈ ദേശത്തിന് രക്ഷ നൽകുന്നത്. അതിനാണ് ഒരു പുരോഹിതൻ. ഈ പുരോഹിതന്മാരുടെ ദൗത്യം എന്താണ്? 1 പത്രോസ് 2:9. കർത്താവിൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത വർഗവുമാണ് നിങ്ങൾ. കർത്താവിൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത വർഗവുമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 20:28 പ്രകാരം അവിടുന്ന് സ്വന്തം രക്തത്താൽ നിങ്ങളെ നേടിയെടുത്തു. അവിടുത്തെ രക്തത്താൽ നിങ്ങളെ പുരോഹിതന്മാരായി വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. നിങ്ങൾ മേൽനോട്ടക്കാരായിരിക്കാൻ ഈ ദേശത്തെ ജനങ്ങൾക്ക് നിങ്ങളാണ് മേൽനോട്ടക്കാർ. നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങളാണ് മേൽനോട്ടക്കാർ. ഒരു പുരോഹിതന്റെ ജോലി എന്താണ്? കർത്താവിനോട് ജനങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുക. യേശു പറയുന്നു, എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്തു ചോദിച്ചാലും ഞാനത് ചെയ്തു തരും. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാനുള്ള പുരോഹിതന്മാരായി കർത്താവ് നമ്മെ ആക്കിയിരിക്കുന്നു. ഇന്ന് നിങ്ങളെ അതിനായി സമർപ്പിക്കുക. എൻ്റെ കുടുംബത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം, ഈ ദേശത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം. അപ്പോഴേ അനുഗ്രഹം വരികയുള്ളൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. യേശുവിൻ്റെ നാമത്തിൽ അവിടുന്ന് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. ഭാഗ്യം വരും. അവിടുന്ന് നിങ്ങളെ ഉന്നത സ്ഥാനങ്ങളിൽ കൂടെ നടത്തും. രണ്ടാമതായി, ഒരു പുരോഹിതനായി നിങ്ങളെ ഒരു വിശുദ്ധ ജനതയായി കർത്താവ് മാറ്റുന്നു. വിശുദ്ധമായൊരു ജനതയായി അവിടുന്ന് മാറ്റുന്നു. അതോടൊപ്പം കർത്താവ് നിങ്ങളെ വർദ്ധിപ്പിക്കുന്നു. ഒരു ജനതയായി വർദ്ധിപ്പിക്കുന്നു. യെശയ്യാവ് 60:22 ചെറിയവൻ 1000 കുറഞ്ഞവൻ ശക്തമായൊരു ജനതയുമാകും. ഞാനിത് വേഗത്തിൽ നടപ്പിലാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. യെശയ്യാവ് 63:4 നിന്റെ പ്രകാശത്തിലേക്ക് ജനതകൾ വരും. ഉദിക്കുന്ന പ്രകാശത്തിലേക്ക് രാജാക്കന്മാർ കടന്നുവരും. എനിക്ക് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കുള്ളിൽ ആ പ്രകാശം ശോഭിക്കും. മറ്റുള്ളവർക്കായി പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്കുള്ളിൽ പ്രകാശം ശോഭിക്കും. അപ്പോൾ എല്ലാവരും നിങ്ങളെ തേടി വരും. ജോലി തേടി വരും, ഉയർച്ച തേടി വരും, വീട് തേടി വരും. അതെല്ലാം വരും. പ്രധാനമായും രാജാക്കന്മാർ നിങ്ങളെ തേടി വരും. നിങ്ങൾ അവർക്ക് കർത്താവിൻ്റെ ശക്തി വെളിപ്പെടുത്തി കൊടുക്കും. നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനയിലൂടെ അത്ഭുതങ്ങൾ സംഭവിക്കും. നിങ്ങളെ 1000 മടങ്ങ് കർത്താവ് ഉയർത്തും. നിങ്ങളുടെ മക്കൾക്കും അതുപോലെ തന്നെ സംഭവിക്കും. ചെറിയ കൊച്ചു മക്കൾ പോലും പ്രാർത്ഥിക്കും. അങ്ങനെയുള്ള ഒരു കുടുംബമായി കർത്താവ് നിങ്ങളെ മാറ്റാൻ ആഗ്രഹിക്കുന്നു. ഈ അനുഗ്രഹം ഇന്ന് നിങ്ങളുടെ മേൽ അവിടുന്ന് ചൊരിയട്ടെ. യേശുപ്പ, ഇവരെ അനുഗ്രഹീതരും വിശുദ്ധരും അങ്ങയുടെ പുണ്യങ്ങൾ അറിയിക്കുന്ന തലമുറയുമായി അങ്ങ് വെച്ചിരിക്കുന്നു. പുരോഹിതന്മാരായി വെച്ചിരിക്കുന്നു. അവർ എന്ത് ചോദിക്കുന്നുവോ ഈ നാമത്തിൽ അതിനുള്ള ഫലമെല്ലാം നൽകിയാലും അനേകമടങ്ങായി അങ്ങയുടെ പ്രകാശം അവർക്കുള്ളിൽ പ്രവേശിക്കട്ടെ.
രാജാക്കന്മാർ അവരുടെ പ്രകാശത്തിലേക്ക് വരട്ടെ. തൻ്റെ ജോലിയിൽ ജാഗ്രതയുള്ളവനെ നീ കണ്ടാൽ അവൻ നിസ്സാരരുടെ മുൻപിലല്ല, രാജാക്കന്മാരുടെ മുൻപിലാകും നിൽക്കുക. അതുപോലെ ഇവർ രാജാക്കന്മാരുടെ മുൻപിൽ നിൽക്കട്ടെ. ഉയർത്തണമേ, അനുഗ്രഹിക്കാൻ നിൽക്കട്ടെ. യാചിക്കാൻ നിൽക്കരുത്, അനുഗ്രഹിക്കാൻ നിൽക്കട്ടെ. ഈ വരങ്ങൾ പ്രവർത്തിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. എനിക്ക് പ്രിയപ്പെട്ടവരെ, യേശു വിളിക്കുന്നു. ഡൽഹിയിൽ പ്രാർത്ഥനാ ഗോപുരം, അതായത് നാഷണൽ പ്രയർ ടവർ. അവിടെ നിന്ന് പാർലമെന്റ് നേരിട്ട് കാണാം. 24 മണിക്കൂറും ദൈവമക്കൾ യേശു വിളിക്കുന്നു. പ്രാർത്ഥനാ വീരന്മാർ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും പോയി പ്രാർത്ഥിക്കുന്നു. 3 മണിക്കൂർ വീതം 4 ബൂത്തുകൾ അവിടെയുണ്ട്. അതിൽ നിന്ന് പ്രവചനങ്ങൾ നടത്തി അവർ പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയിൽ കർത്താവിൻ്റെ തീരുമാനം നിറവേറണമെന്ന് അവർ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനാ ഗോപുരത്തിനായി പ്രത്യേകമായി പ്രാർത്ഥിക്കൂ. നാഷണൽ പ്രയർ ടവറിൽ പ്രവചനങ്ങൾ വരണം. അതനുസരിച്ച് ദേശത്ത് കർത്താവ് പ്രവൃത്തികൾ നടത്തണം. അവിടുത്തെ തീരുമാനങ്ങളെല്ലാം നടപ്പിലാകണം. അനുഗ്രഹത്തിൻ്റെ മഴ കർത്താവ് അയക്കണം. ക്ഷേമം കൽപ്പിക്കണമെന്ന് അതിനായി പ്രാർത്ഥിക്കൂ. നിങ്ങൾക്കും അവിടെ പോയി പ്രാർത്ഥിക്കാവുന്നതാണ്. ഇപ്പോൾ കാണുന്ന നമ്പറിലേക്ക് ഫോൺ ചെയ്യൂ. നിങ്ങളെ പരിശീലിപ്പിച്ച് അങ്ങോട്ട് അയക്കും. അവിടെ താമസ സൗകര്യമുണ്ട്, ഭക്ഷണ സൗകര്യമുണ്ട്, എല്ലാം നോക്കിക്കൊള്ളും. യേശു വിളിക്കുന്നു ശുശ്രൂഷയിൽ. നിങ്ങൾ വന്ന് പ്രാർത്ഥിച്ചാൽ മതി. അതിനുശേഷം നിങ്ങൾ മടങ്ങി വരുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിനും പട്ടണത്തിനും നിങ്ങളൊരു പ്രവാചകനായിരിക്കും. അങ്ങനെയുള്ള കൃപ നൽകും. പ്രാവചനിക അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിൽ ഇറങ്ങും. നിങ്ങളുടെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയാലും നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനയാലും കാണിക്കകളാലും ഈ ശുശ്രൂഷയെ തുടർന്നും താങ്ങുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദേശത്തിന് തന്നെ നാം ഒരു പ്രകാശമായിരിക്കും.